ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനുവും രഞ്ജിനിയും നമ്മുടെ കമലയും കൂടെ സംസാരിക്കുന്നതാണ്. അങ്ങനെ കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് കമല പറയാണ്, അതെ നീ മറ്റവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നു, നിന്റെ മനസ്സിൽ അതാ ഉദ്ദേശം എന്ന് എനിക്കറിയാം, അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് പോയത്. അപ്പൊ നമ്മുടെ രഞ്ജിനി ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞതേട്ടാ? മറ്റവളോ? അതേതാ ഈ മറ്റവള്? അല്ല, എനിക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് പിന്നെ അലീനയെ കെട്ടുന്ന കാര്യം ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാ. ഓഹോ, അപ്പൊ അതും ഇതിന്റെ ഇടയിൽ കൂടെ ശരിയാക്കി എടുത്തോ? ശരിയാക്കി ഒന്നും എടുത്തില്ല, പാതി വഴി നിക്കുക. ഉം ആയിക്കോട്ടെ, പാതി വഴി എങ്കിൽ പാതി വഴി, പാതി വഴി വരെ എത്തിയല്ലോ. അല്ല മനുവേട്ട, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മനുവേട്ടൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. അല്ല നീയോ? ഞാൻ ഓക്കെയാ. എന്നാ പിന്നെ ഞാൻ ഡബിൾ ഓക്കെയാന്ന് മനു പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രഞ്ജിനി അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയാണെങ്കിൽ മാനേജർ അച്ഛനെ കാണാനായിട്ട് രോഹിത്തിനെയും കൂട്ടി പോവുകയാണ്. അപ്പൊ കോളേജിന്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ രോഹിത് കാണാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും അലീന ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വാന്നേ. അത് പിന്നെ എനിക്കൊരു ചെറിയ പേടി പോലെ തോന്നുക ചേച്ചി. എന്തിനാ പേടിക്കുന്നത്? നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ എല്ലാവരും. ഏ പിന്നെന്തിനാ പേടിക്കുന്നത്? കുഞ്ഞായിട്ട് ജനിച്ചവര്, വിശന്ന് കരഞ്ഞവര്, പഠിച്ചു വളർന്നവര് വലുതായപ്പോഴത്തേക്കും ഓരോരോ സ്ഥാനത്തെത്തി എന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല, എന്നാലും ചേച്ചി അത്ര ധൈര്യം എനിക്ക് വരുന്നില്ല കേട്ടോ. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല രോഹി. ബഹുമാനിക്കണം ആളുകളുടെ സ്ഥാനത്തെയും പ്രായത്തെയും, അത് മാത്രം മതി. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. നീ അവിടെ നിൽക്കാതെ ഇങ്ങ് വന്നേ, വാന്നേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചോണ്ട് അലീന പോവുകയാണേ. അങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു അച്ഛനെ കണ്ടു. അവിടെ ഒരു അച്ഛനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അലീന പറഞ്ഞു, ഫാദർ, ഞങ്ങൾക്ക് മാനേജർ അച്ഛനെ ഒന്ന് കാണുമായിരുന്നു, ഒരു അപേക്ഷ സമർപ്പിക്കാനുണ്ടായിരുന്നു. അപേക്ഷ എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ, അത് മാത്രം പോരുന്നേ, അച്ഛനെ നേരി കണ്ട് സംസാരിക്കുകയും വേണമായിരുന്നു ഞങ്ങൾക്ക്. അത് പിന്നെ അച്ഛന് നല്ല തിരക്കുള്ള സമയം, കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു അഡ്മിഷന്റെ കാര്യത്തിനാ. അല്ല, അടുത്ത വർഷത്തേക്കാണോ? അടുത്ത വർഷത്തേക്കാ. അതെ. എന്നാ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ അച്ഛൻ ഫ്രീ ആണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു ചെറിയച്ഛനാന്ന് തോന്നുന്നു, കൊച്ചച്ഛനാന്ന് തോന്നുന്നു. എന്നിട്ട് അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പൊ നമ്മുടെ അലീന ചോദിച്ചു, അല്ല എന്തു പറ്റിയിടാ നീ ഇങ്ങനെ നോക്കുന്നത്? നമ്മള് അഡ്മിഷന്റെ കാര്യത്തിനല്ലോ വന്നത്. ആ അത് അങ്ങനെ പറയാൻ കാരണമുണ്ട്. നിന്നിപ്പൊ പുറത്താക്കിയേക്കല്ലേ, അപ്പൊ നിന്നെ അകത്താക്കട്ടെ. അത് പുതിയ അഡ്മിഷൻ തന്നെയല്ലേ? യാ ചില സത്യങ്ങള് നമ്മൾ ബോധ്യപ്പെടുത്തണമെങ്കിലേ ചെറിയ നുണയുടെ ആ ഒരു മിഠായി ഉണ്ടല്ലോ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേക്കും മറ്റേ കൊച്ചച്ഛൻ വന്നിട്ട് പറഞ്ഞു, അതെ അകത്തേക്ക് ചെന്നോളാം മാനേജർ അച്ഛൻ പറഞ്ഞെന്ന്. അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനെയും കൂട്ടി മാനേജർ അച്ഛനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മുടെ മാനേജർ അച്ഛൻ വരുന്നത്. ഏതായാലും അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, വാ കടന്നു വരൂ. അല്ല എന്താ അവിടെ നിൽക്കുന്നത്? അപ്പം നമ്മുടെ രോഹിത് കടന്നു വരുന്നില്ല. അലീന ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രോഹിത് അവിടെ വലിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അലീന പറഞ്ഞു, വാ കയറി വാ, നീയും കൂടെ വരണം എന്ന് പറഞ്ഞ് അലീന നമ്മുടെ രോഹിത്തിനെയും കൂട്ടി നേരെ മാനേജർ അച്ഛന്റെ ആ ഒരു സീറ്റിന്റെ അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഫാദർ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, അല്ല എന്നെ കാണണമെന്നല്ലേ പറഞ്ഞത്, ആർക്കാ അഡ്മിഷൻ? അത് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഒരു പേപ്പർ നമ്മുടെ മാനേജർ അച്ഛന് അലീന എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാദർ ഇതൊന്ന് വായിച്ചു നോക്കണം, ഇത് ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞാണ് അത് കൊടുക്കുന്നത്. അപേക്ഷ ഒന്ന് ഇരുന്ന് വായിച്ചതും അച്ഛൻ പറഞ്ഞു, അല്ല ഇത് തരാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ നമ്മുടെ അലീന കൈകൂപ്പിട്ട് പറഞ്ഞു, അപേക്ഷയാണ്, കൈവിടല് സാറേ എന്ന്. ഭയങ്കര വിനയത്തോടു കൂടി നമ്മുടെ അലീന സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് രോഹിത്തും അവിടെ നിപ്പുണ്ട്. രോഹിത്തിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ മാനേജർ അച്ഛൻ ആ സീറ്റിൽ നിന്ന് പതുക്കെ അങ്ങ് എണീച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല, ഇവനെ എനിക്ക് അറിയാം. ഇവൻ ആരാണെന്ന് എനിക്ക് ഇപ്പം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പത്രത്തിലും ന്യൂസ് ചാനലിലും ഒക്കെ കണ്ട് നല്ല പരിചയമുണ്ട് ഇവന്റെ മുഖം. ആദ്യം ഒന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. അത് പിന്നെ അച്ഛ, രോഹിത്തിന്റെ കാര്യത്തിലെ കഠിനമായ തീരുമാനമൊന്നും എടുക്കരുതെന്ന് അപേക്ഷിക്കാനാ ഞങ്ങൾ വന്നത്. ഉപേക്ഷിക്കല്ലേ ഫാദർ, ഇവന് തെറ്റിപ്പറ്റിപ്പോയി. അതിന് വലിയ കുറ്റബോധം പേറിയ ഇവൻ നടക്കുന്നത്. ഫാദറിനോടും
ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പാളിനോടൊക്കെ മാപ്പ് ചോദിക്കാൻ ഇവൻ തയ്യാറാ. അതുകൊണ്ടൊന്നും ആയില്ല. ഇവൻ പീഡന കേസിലെ പ്രതിയാണോ? പത്രങ്ങളിലും ടിവിയിലും ഒക്കെ വാർത്തയും പടവും ഒക്കെ വന്നിട്ടുണ്ടോ? ഇവൻ പോലീസ് ലോക്കപ്പിലും സബ് ജയിലിലും ഒക്കെ കിടന്നിട്ടാണോ കൊച്ചേ വരുന്നത്? അങ്ങനെ നിരവധി കുറ്റങ്ങള് ഇവന്റെ പേരിൽ ഉണ്ടോ? അങ്ങനെയുള്ള ഒരുത്തനെ എന്റെ സ്ഥാപനത്തിൽ ഞാൻ കയറ്റത്തില്ല. ഇനി അതിനെ പറ്റി സംസാരിക്കുകയും വേണ്ട, കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. രോഹിത് അങ്ങ് വല്ലാണ്ടായി പോവാണ് കേട്ടോ. ഇതെല്ലാം കേട്ടത് രോഹിത് അങ്ങ് തകർന്നു പോവാ. ബാലീന് പറഞ്ഞു, ഇവനത് പെട്ടുപോയതാ ഫാദറെ, നിർഭാഗ്യം കൊണ്ട് സംഭവിച്ചു പോയതാ. ഇവന് അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. നല്ലവനായിട്ട് ജീവിക്കോ എന്ന് ഇവൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത് ഫാദർ? ഈ സമയത്ത് കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്താൽ ഇവന്റെ ഭാവി പോവില്ലേ സർ? അച്ഛനൊന്ന് മനസ്സിലാക്കുക, ഫൈനൽ ഇയർ അല്ലേ? ഇതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു എന്റെ പെങ്കൊച്ച്. കോളേജില് ഇനി ഇവനെ പഠിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയേറെ കീർത്തി ഉണ്ടാക്കിയ ഒരു സ്റ്റുഡന്റിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ കോളേജിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവ പഠിച്ചാൽ ചിലപ്പോൾ എന്ത് തെമ്മാടിത്തരവും ഇവിടെ നടക്കും എന്ന് മനസ്സിലാകും. മറ്റു വിദ്യാർത്ഥികളും ഇവനെ കണ്ട് ചീത്തയാകും. അവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയാ ഇവനെ ഇവിടെ കേറ്റാത്തത്. അത് പിന്നെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കൊടുക്കുന്നത് വലിയ അനീതിയല്ലേ അച്ഛാ? ചെയ്യാത്ത തെറ്റോ? അത് പിന്നെ കോടതിയിലെ ആ റേപ്പിനിരയായ ആ പെങ്കൊച്ചു പറഞ്ഞത് ഇവന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ. അതുകൊണ്ടാ കോടതി ഇവന് മാത്രം ജാമ്യം അനുവദിച്ചത്. അപ്പൊ നമ്മുടെ മാനേജർ അച്ഛൻ ഒന്ന് അടുത്തു വന്നിട്ട്, ഇവനാ സംഘത്തിൽ ഉണ്ടായിരുന്നോ? അത്രമേൽ ഇവനെ ദുഷ്പേരിൽ എല്ലാവരും അറിയപ്പെട്ടോ? പത്രങ്ങളില് അതുപോലെ മാധ്യമങ്ങളില് ഒക്കെ ഇവന്റെ പേര് വന്നു. പോലീസ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഇവൻ സ്ത്രീ പീഡന കേസില് പ്രതിയായി മുദ്ര കുത്തപ്പെട്ടോ? ഞങ്ങൾ അത് മാത്രമേ എന്റെ കൊച്ചയെ നോക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട, ഞങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അലീന പറഞ്ഞു, അത് പിന്നെ മോശമായ വാർത്തകളൊക്കെ വന്നെന്ന് പറയുന്നത് ശരിയാ ഫാദറെ. പക്ഷെ ആ കുട്ടി കോടതിയിൽ മൊഴി നൽകിയത് ഇവൻ നിരപരാധി എന്നാണെന്നല്ലേ? ഒരു പത്രവും ഒരു ചാനലും അതിന് മാത്രം പബ്ലിസിറ്റിയും കൊടുത്തില്ല. അതാണ് വാസ്തവം, അതാണ് സത്യം. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ അലീനെ അടിമുടിയൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന് പറഞ്ഞു, അച്ഛാ ഇതിനു മുമ്പും പല നിരപരാധികളെ ലോക്കപ്പിലും ജയിലിലും ഒക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചിട്ടുമുണ്ട്. ഇതൊക്കെ വലിയ അനീതിയല്ലേ? അതിന് ഇവന് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഇവൻ നിരപരാധിയാണെന്ന് പറയുന്നത്? എല്ലാ കുറ്റവാളികളും കുറ്റം നിഷേധിക്കും. നമുക്കാരെയും നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. കോടതി വിധി വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് പിന്നെ പീഡനത്തിന് ഇരയായ പെൺകുട്ടി ഇവിടെ വന്ന് പറഞ്ഞാൽ മതിയോ അവളെ ഇവന് ഉപദ്രവിച്ചിട്ടില്ല എന്ന്? അതിനേക്കാൾ വലിയ സത്യം ഒരു കോടതിക്കും പറയാനില്ലല്ലോ ഫാദർ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പെൺകുട്ടിയെ കൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും എല്ലാ വിദ്യാർത്ഥികളോടും പറയാൻ പറ്റുമോ ഇവൻ നിരപരാധിയാണെന്ന്? പറ്റത്തില്ലല്ലോ. പറഞ്ഞാലും ശരി, നിങ്ങൾ പണം കൊടുത്ത് പറയിപ്പിക്കുന്നതാണെന്ന് എല്ലാരും കരുതത്തുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഫാദർ സത്യം. ഇവൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവള് ഏറ്റു പറഞ്ഞതായിട്ട് എല്ലാ പത്രത്തിലും റിപ്പോർട്ട് വന്നതല്ലേ? ആ പത്രങ്ങള് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഞാൻ ആ പത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പത്രവാർത്തകളൊക്കെ ആര് വിശ്വസിക്കുന്നു? അതിൽ സത്യം എത്രമാത്രമുണ്ട്? അതേപ്പറ്റി ഒന്നും ഇവിടെ പറയാതിരിക്കുന്ന നല്ലത്. അത് പിന്നെ തെറ്റ് ചെയ്ത ഒരാളെ സംരക്ഷിക്കുന്നത് വലിയ കുറ്റം തന്നെയാ ഫാദർ. പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റമല്ലേ തെറ്റ് ചെയ്യാത്തയാളെ ശിക്ഷിക്കുന്നത്? ഫാദറും അതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഇവിടെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു രോഹിത്തിനെയും നോക്കിയിട്ട് നമ്മുടെ ഫാദർ പറഞ്ഞു, ഈ കോളേജിനൊരു ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഇവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അത് പിന്നെ ഒന്നും കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഫാദർ, കോളനിയിലെ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് നിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള അധികാരമുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞ് താ ഫാദർ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അങ്ങനെയാകുമ്പം നിരപരാധി കുറ്റവാളിയായിട്ട് മാറുമോ? 2000 വർഷം മുമ്പ് ഈ പീലാത്തോസിന്റെ അരമനയിലെ ഡിസിപ്ലിൻ കമ്മിറ്റിയില്ലേ, അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഈ പല പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്റെ മുമ്പിൽ വന്ന് ധിക്കാരം പറയുന്നോ? ഞാൻ ആരാണെന്നാ നീ കരുതിയത്? ഇനി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട. കാണാനുള്ള അനുവാദം തന്നതാ എന്റെ തെറ്റ്. ഇവനെയും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. അത് പിന്നെ ഫാദർ സോറി,
ഫാദർ മനുഷ്യത്വമുള്ളൊരു ആളായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെ വന്നതാ. എനിക്ക് മനുഷ്യത്വം മാത്രം നോക്കിയാൽ പോരാ. ഒരു എഞ്ചിനീയർ കോളേജിന്റെ മാനേജരാ ഞാന്. എനിക്ക് ആ കസേരയോട് കുറച്ച് എത്തിക്സ് ഉണ്ട്, ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പുലർത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന അവിടുന്ന് തിരിഞ്ഞു കേട്ടോ. അലീന നിറ കണ്ണുകളോട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് പോകുന്നത്. കരഞ്ഞ കണ്ണുകളുമായിട്ട് പോവാണ് കേട്ടോ. രോഹിത് ഇത് കണ്ടോണ്ട് നിൽക്കുകയാണ്. രോഹിത് എന്ത് പറയാനാണ്? രോഹിത് വെറും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും കൂടെ ആ കോളേജിന്റെ പടി ഇറങ്ങാണ്. പടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഫാദറിനോട് നമ്മുടെ അലീന ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 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 തന്നെയാണ് ചോദിക്കുന്നത്. അത് പിന്നെ ഫാദർ, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഫാദർ? അത് പിന്നെ ദേ, ഈശ്വരൻ തരുന്ന കസേരയേക്കാൾ വലുതാണോ അച്ഛന്റെ ഈ കസേര ആണോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫാദറിനൊന്നും മിണ്ടാനില്ല കേട്ടോ. ഫാദർ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ അലീനയുടെ ചോദ്യത്തിന് ഒരു ആൻസർ ഫാദറിന് കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വീണ്ടും ചോദിച്ചു, ഈശ്വരനിട്ട മേലിങ്കയേക്കാൾ വലുതാണോ അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം? യേശുവിന്റെ അടുത്ത് പാവികൾക്കും രോഗികൾക്കും ആയിരുന്നു മുൻഗണന. അത് അച്ഛന് അറിയാലോ. ഫാദറിന് അത് നന്നായിട്ട് അറിയാലോ. ഇപ്പം ഇവിടെ ആർക്കാ മുൻഗണന? അത് അതൊന്ന് പറഞ്ഞു തരുമോ ഫാദറെ? കണ്ണുനീര് കൊണ്ട് തന്റെ പാദം കഴുകിയ പാപിനിയോട് ഈശോ ക്ഷമിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടും അച്ഛൻ ക്ഷമിക്കുന്നില്ല. അപ്പൊ അച്ഛൻ ആരുടെ പാതയാ അച്ഛ പിന്തുടരുന്നത്? അല്ല, അച്ഛൻ ആരുടെ പാതയാണ് പിന്തുടരേണ്ടത്? നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പാപിയെ കല്ലെറിയാൻ പറഞ്ഞു. ജനക്കൂട്ടങ്ങൾ എന്താ ചെയ്തത്? ആ കല്ലുകൾ താഴെ ഇട്ടിട്ട് തിരിച്ചുപോയി. അച്ഛൻ മാത്രം കയ്യിലിരിക്കുന്ന കല്ലൊന്നും താഴെ ഇടുന്നില്ല. അതെന്താ അച്ഛാ? നിങ്ങൾക്ക് 100 ആടുകൾ ഉണ്ടെങ്കിൽ അതില് ഒരു കുഞ്ഞാടിനെ കാണാതായാല് ആ ബാക്കി 99നെയും വിട്ടിട്ട് കാണാതായ കുഞ്ഞാടിനെ തേടുന്നവനാണ് നല്ല ഇടയനെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ലേ? ഇതൊക്കെ ഞാന് ഫാദറിനോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഫാദർ കാരണമാ ഇപ്പം എന്റെ വായിൽ നിന്ന് ഇതൊക്കെ വീണത്. കാണാതായ കുഞ്ഞാട് അച്ഛനെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടും അച്ഛന് അതിനെ വേണ്ട. അച്ഛൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അച്ഛന്റെ മനസ്സ് അതിനെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. രോഹിത്തെ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രോഹിത്തിന്റെ കൈ പിടിച്ച് രോഹിത്തിനെയും കൂട്ടി പോകുന്നത്. ഇതെല്ലാം കേട്ടോണ്ട് ആ അച്ഛൻ അത്രയും നേരം, അതായത് ആ ഫാദർ അത്രയും നേരം മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫാദറിനൊന്നും മിണ്ടാനില്ല. സത്യം പറഞ്ഞാൽ മിണ്ടാതെ തന്നെ ഇരുന്ന് ഈശോയുടെ മുഖത്തേക്ക് ആ ഫാദർ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഫാദറിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ആയിരിക്കാം. കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നതല്ലേ മാനേജ്മെന്റിനാണെങ്കിലും അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും ആ അച്ഛന് അലീന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്തോ അച്ഛന് എന്തെങ്കിലും മനസ്സിന് മാറ്റം വരുമോ, എന്തെങ്കിലും മനസ്സിന് ചഞ്ചലം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീനയും രോഹിത്തും കൂടെ വളരെ നിരാശയായിട്ട് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര പരിഭവവും എന്താ പറയാ, വല്ലാത്തൊരു വിളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. രോഹിത്ത് സത്യം പറഞ്ഞ അലീനയോടൊന്നും മിണ്ടുന്നില്ല, അലീന രോഹിത്തിനോടും ഒന്നും മിണ്ടുന്നില്ല. രോഹിത്തിനോട് എന്ത് മിണ്ടാനാണ്? രോഹിത്തിന്റെ മനസ്സാകെ തളർന്നു പോയി. ആ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ ഡിപ്രഷൻ അടിച്ച് തളർന്നിരിക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് വന്ന് വാതിൽ തുറന്നിട്ട്, ആഹാ ഇത്ര പെട്ടെന്ന് എത്തിയല്ല, എന്റെ അലീന ചേച്ചിനെ കാണുന്നില്ലല്ലോ, വഴിയിൽ കളഞ്ഞു വന്നു. അപ്പൊ അലീന മാറി അവിടെ ഇരിക്കുകയായിരുന്നു. രോഹിത് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയിട്ടോ, ഒന്നും മിണ്ടില്ല. ഈ സമയത്ത് അലീന അവിടെ വരാതെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൃഷ്ണമോള് കണ്ടിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അലീനയുടെ അടുത്തിട്ട് ചെന്നിട്ട് ചോദിച്ചു, ആഹാ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഇതെന്തു പറ്റി ഇവിടെ വന്നിരിക്കുന്നത്? മാനേജർ അച്ഛനെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും ക്ഷീണിച്ചു പോയോ? ഇത് ഭയങ്കര ക്ഷീണമായി പോയല്ലോ. അപ്പൊ അലീന ഒന്നും മിണ്ടുന്നില്ല, മുഖം ഇങ്ങനെ കുനിച്ചു വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, പോയ കാര്യം നടന്നില്ലേ? അച്ഛനെ കണ്ടില്ലേ? അച്ഛനെ കണ്ടു. അല്ല എന്നിട്ട് എന്തായി? അത് പിന്നെ എനിക്കറിയാവുന്ന എല്ലാ രീതിയിലും സംസാരിച്ചു നോക്കി ഞാന് മോളെ, ഒരു രക്ഷയുമില്ല. അച്ഛൻ അച്ഛൻ നമ്മുടെ വാക്കുകളിൽ വീഴുന്നില്ല. പറഞ്ഞ പോയിന്റിൽ തന്നെ ഒരേ ഇരിപ്പ. അവിടെ നിന്ന് അങ്ങോട്ടുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടുമില്ല. കോളേജിന്റെ വാല്യൂ മനുഷ്യന് മാത്രം വിലയില്ല. അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാ? അല്ല അലീന ചേച്ചി, ഇനി എന്താ ഒരു വഴിയുള്ളത്? രോഹിതേട്ടന്റെ മുഖമാണെങ്കിൽ വല്ലാണ്ടിരിക്കുകയാണല്ലോ. എനിക്കറിയില്ല മോളെ, പക്ഷെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് കാണിച്ചു തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ല, അലീന ചേച്ചിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അലീന ചേച്ചി സങ്കടപ്പെടേണ്ട. അതെ, ഇപ്പോഴത്തെ ക്ഷീണത്തിന് ഞാനൊരു സ്പെഷ്യൽ ലെമൺ ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ? ആയിക്കോ, എടുത്തോ എന്ന് പറയുകയാണ്. എന്നിട്ട് അലീന ഏതായാലും അകത്തേക്ക് കയറി പോയിട്ടോ.
ഈ ഒരു സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത്. അപ്പൊ ബാലചന്ദ്രനെ കണ്ടതും അലീന അവിടെ നിന്നും അകത്തേക്ക് കയറി പോയില്ല. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ? അല്ല മാനേജച്ചനെ കണ്ടില്ലേ? എന്ത് പറ്റി? എന്താ മുഖത്തൊരു വിഷമം, പരിഭ്രമം? എന്തു പറ്റി? നടന്നില്ലല്ലേ? ഇല്ല, ഇല്ലച്ച, നടന്നില്ല. ഞാൻ പറഞ്ഞല്ലേ മാനേജർ അച്ഛനെ കുറിച്ച്. ദേ, ധാർമ്മിക ബോധത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ ആയിരിക്കാം. പിന്നെ ആ കോളേജിന്റെ പ്രവർത്തന രീതിയും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് അല്ലത്. പശ്ചാത്തപിക്കുന്നതോ പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ധാർമ്മികതയാ അച്ഛ. ദേ, ഏത് പാപികളാണെങ്കിലും ഉണ്ടല്ലോ, ഏത് പാപികളും പശ്ചാത്തപിച്ച് അതിന് മുൻഗണന കൊടുക്കണം. യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മോളെ. നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എഴുതി വെപ്പി എഴുതി വെപ്പി എഴുതി വെക്കപ്പെട്ട പല വാക്കുകളും അത് വാക്കുകളായിട്ടും അത് അച്ചടിയിൽ എഴുതിയ വെറും മക്ഷി കൊണ്ട് എഴുതിയ ആ ഒരു ഇതൊക്കെ ആയിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. അല്ല, രോഹിത് എന്തിയെ? രോഹിത് അകത്തേക്ക് കയറിപ്പോയി. അവൻ വല്ലാതെ മനസ്സ് തളർന്നായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് ഒരു ലെമൺ ജ്യൂസ് കൊണ്ടുവന്നിട്ട്, അതെ ഇത് സ്പെഷ്യലാണ് കേട്ടോ അച്ഛാ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ചോദിച്ചു, അല്ല രോഹിക്ക് കൊടുത്തോ? ഇല്ലില്ല, കൊടുത്തില്ല, അടുത്ത ട്രിപ്പേ അങ്ങോട്ടാണെന്ന്. ഏതായാലും അലീനയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ ദേ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ. അല്ല, എനിക്ക് നിരാശയൊന്നുമില്ല അച്ഛാ, പക്ഷേ ചെറിയൊരു സങ്കടം. എനിക്ക് ഉറപ്പാ ഒരു വഴി എങ്ങനെയെങ്കിലും തെളിഞ്ഞു കിട്ടുമെന്ന്. രോഹിത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ അവന് ഭയങ്കര നിരാശയായിട്ടുണ്ട്. അവൻ ഓക്കെ ആയിക്കോളൂന്നേ. അവന് നിരാശയൊക്കെ മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റൂലോ. അതെ, ഒരു കാര്യം ചെയ്യാം, നീ ഫ്രഷ് ഒക്കെ ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ മേളിലേക്ക് റൂമിലേക്ക് പോവാണ്. ഏതായാലും ഈ സീൻ കാണിച്ച ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ മാനേജർ അച്ഛന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി പറ്റിയിട്ടുണ്ട് അലീന പറഞ്ഞ വാക്കുകളൊക്കെ. ഏതായാലും കോള് വരുമോ, നമ്മുടെ രോഹിനെ തിരിച്ചെടുക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.